നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച അധിക മാസത്തിൽ വരുന്ന അമാവാസിയാണ്. വളരെയധികം ശക്തിയാർന്ന അമാവാസിയാണിത്. കാരണം തിങ്കളാഴ്ചയോട് ചേർന്ന് വരുന്ന അമാവാസി ആയതുകൊണ്ട് തന്നെ ഈ അമാവാസിക്ക് അമാനുഷിക ശക്തി വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ തിങ്കളാഴ്ചയോട് ചേർന്ന് അമാവാസി വന്നാൽ അതിനെ സോമവതി അമാവാസി അല്ലെങ്കിൽ സോമ അമാവാസി എന്നാണ് പറയാറ്. അതിശക്തിയാർന്ന ഈ അമാവാസിക്ക് മുൻപ് വേപ്പുമര ചുവട്ടിൽ ഇത് ചെയ്താൽ മാത്രം മതി. 2 മിനിറ്റിനകം നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതായി ലക്ഷക്കണക്കിന് പണം വന്നു ചേരുന്നതാണ്. കൂടാതെ ജീവിതം അത്ഭുതകരമായി മാറുന്നതുമാണ്. ആവശ്യമില്ലെങ്കിൽ പോലും ഐശ്വര്യം വന്നു നിറയുന്നതുമാണ്. പൊതുവായി അമാവാസി എന്നാൽ പരിഹാരങ്ങൾക്കും ദോഷനിവൃത്തിക്കും അനുയോജ്യമായ സമയം എന്ന് നമ്മുടെ പൂർവികരും പണ്ഡിതന്മാരും പറയാറുണ്ട്. മാത്രമല്ല ഈ ദിവസത്തിന് അളവറ്റ ശക്തികളുണ്ടെന്ന് പുരാണങ്ങളിലും പറയുന്നു. അതിനാൽ ജൂൺ 15-ാം തീയതി വരുന്ന ഈ അമാവാസി ദിവസം വേപ്പുമര ചുവട്ടിൽ ഈ വസ്തുക്കൾ ഇട്ടാൽ മാത്രം മതി. നിങ്ങളുടെ ജാതകത്തിലുള്ള സകലവിധ ദാരിദ്ര്യങ്ങളും നീങ്ങി തൊട്ടതെല്ലാം പൊന്നായി മാറി നിങ്ങളുടെ ഭാഗ്യം തിരികെ വരും എന്നത് ഉറപ്പാണ്. വെറും 2 മിനിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ഒരു കാര്യത്തിലൂടെ ലക്ഷങ്ങളല്ല കോടികൾ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. സമാനതകളില്ലാത്ത രാജയോഗം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ സകലതും തീരും. ചോദിച്ച അളവിൽ പണം ലഭിക്കും. അഷ്ട ഐശ്വര്യങ്ങളും സിദ്ധിക്കും. അങ്ങനെയെങ്കിൽ ഈ അതിശക്തിയാർന്ന അമാവാസി ദിവസം വേപ്പമര ചുവട്ടിൽ ഇടേണ്ട വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച വരുന്ന അമാവാസി വളരെയധികം സവിശേഷത നിറഞ്ഞതാണ്. പല ശക്തികളും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ അമാവാസി ദിവസം ആര്യവേപ്പിന്റെ ചുവട്ടിൽ ഇനി പറയുന്ന ഒരേ ഒരു വസ്തു ഇട്ടാൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും ഇല്ലാതാകുന്നതാണ്. ഈ അമാവാസി സമയത്തിന് ഇത്രയും ശക്തിയുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നാം. നമ്മുടെ പൂർവികരുടെ കാലം മുതൽക്കേ അമാവാസി ദിവസം ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും പരിഹാരങ്ങൾക്കും വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും എന്നത് 100% വിശ്വാസമുള്ള കാര്യമാണ്. നമ്മളെ ചുറ്റിയുള്ള നെഗറ്റീവ് ഊർജം നീക്കാൻ അമാവാസി ദിവസം നല്ല അവസരമാണ്. സാധാരണ ദിവസം നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങൾക്ക് ഫലം ലഭിക്കാൻ കുറച്ച് താമസമുണ്ടാകാം. എന്നാൽ ഈ ശക്തിയാർന്ന അമാവാസി ദിവസം നിങ്ങൾ എന്ത് ചെയ്താലും അതിനു ഫലം ചില സെക്കൻഡുകൾക്കുള്ളിലോ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിലോ ലഭിക്കുന്നതാണ്. പ്രധാനമായും ഈ അത്ഭുതകരമായ അമാവാസി ദിവസം പശുക്കൾക്ക് ചെറിയ മധുരം നൽകുന്നതും ഉത്തമമാണ്. മധുരമുള്ള എന്തും നൽകാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിയും നൽകുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം വീട്ടിലുള്ള രോഗങ്ങൾ മാറിക്കിട്ടുന്നതാണ്. കൂടാതെ ശനിദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. അമാവാസി ദിവസം നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ശനിദോഷങ്ങൾ, രാഹു കേതു ദോഷങ്ങൾ നീങ്ങി ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അമാവാസി ദിവസം നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതും വളരെ നല്ല കാര്യമാണ്. ആര്യവേപ്പ് എന്നാൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ സ്വരൂപമാണ്. മാത്രമല്ല ആദിപരാശക്തിയുടെ പ്രതിഫലനവുമാണ് ആര്യവേപ്പ്. അമാനുഷിക ശക്തി കൂടുതലുള്ള ആര്യവേപ്പ് ഒരു ദൈവമായി കണ്ട് വഴിപാട് ചെയ്യുന്നതും നല്ലതാണ്. വേപ്പുമരത്തിൻ്റെ കാറ്റ് ശ്വസിച്ചാലും വേപ്പുമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നാലും സകല രോഗങ്ങളും മാറും എന്നത് ആയുർവേദത്തിലും പറഞ്ഞിട്ടുണ്ട്. അമാവാസി ദിവസം വേപ്പുമര ചുവട്ടിൽ ഈ പരിഹാരം ചെയ്യുന്നത് മൂലം ജീവിതത്തിലുള്ള ദാരിദ്ര്യം, കടബാധ്യത, ശത്രുശല്യം എന്നിവയെല്ലാം ഈ മരം ഗ്രഹിച്ചു കൊള്ളുന്നതാണ്. ഇനി അമാവാസി ദിവസം അറിയാതെ പോലും ചില കാര്യങ്ങൾ ചെയ്യുവാനും പാടില്ല. അമാവാസി ദിവസങ്ങളിൽ ഒരു കാരണവശാലും നോൺ വെജ് ഭക്ഷണം പാകം ചെയ്യുകയോ കഴിക്കുവാനോ പാടില്ല. അതുപോലെ തന്നെ മുട്ടയും കഴിക്കരുത്. അമാവാസി ദിവസം ആർക്കും കടം കൊടുക്കുവാനും ആരിൽ നിന്നും കടം വാങ്ങുവാനും പാടില്ല. ഇനി അമാവാസി ദിവസം പകൽ ഉറങ്ങുവാൻ പാടില്ല. അല്ലാത്ത പക്ഷം വീട്ടിൽ ദരിദ്ര ദേവത കാലെടുത്ത് വയ്ക്കുന്നതാണ്. ഇനി ഭാര്യ ഭർത്താക്കന്മാർ ഈ ദിവസം
ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. അമാവാസി ദിവസം പുതിയ വസ്ത്രം വാങ്ങരുത്. അതുപോലെ ദൂരയാത്ര പോകുന്നതും ഒഴിവാക്കേണ്ടതാണ്. അമാവാസി ദിവസം തുളസിച്ചെടിയിൽ നിന്നും ഇലകൾ പറിക്കുന്നതും ഒഴിവാക്കുക. തലയിൽ എണ്ണ വയ്ക്കുന്നതും മുടി വെട്ടുന്നതും ഈ ദിവസം ഒഴിവാക്കുന്നതാണ് നല്ലത്. അമാവാസി ദിവസം ഗോപൂജ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുന്നതാണ്. ഇനി പണം വയ്ക്കുന്ന അലമാര ലക്ഷ്മിയുടെ സ്വരൂപമായി കണക്കാക്കുന്നതിനാൽ അമാവാസി ദിവസം നിങ്ങളുടെ അലമാരയുടെ കതക് നല്ലതുപോലെ വൃത്തിയാക്കി അലമാരയുടെ മുകളിലായി കുങ്കുമം കുഴച്ച് വട്ടത്തിൽ തേച്ച് അതിൽ സ്വസ്തിക് ചിഹ്നം വരയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ അലമാരയിൽ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്നതാണ്. ഈ അമാവാസി തിങ്കളാഴ്ചയോട് ചേർന്നു വരുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള അമാവാസിയേക്കാൾ ഇത് വളരെ വിശേഷപ്പെട്ടതാണ്. കാരണം തിങ്കളാഴ്ച ശിവഭഗവാന് വിശേഷപ്പെട്ട ദിവസം ആയതിനാൽ ഈ അമാവാസി വളരെ ശക്തിയാർന്നതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ശിവപൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. വീട്ടിൽ ശിവലിംഗം ഉണ്ടെങ്കിൽ അതിൽ അഭിഷേകം നടത്താവുന്നതാണ്. അമാവാസി ദിവസം വീട്ടിൽ ശിവപൂജ നടത്തുന്നതിലൂടെ അഖണ്ഡ രാജയോഗം വന്നു ചേരുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ വീടിന് മീതെ ശിവഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ്. വടക്ക് കിഴക്ക് ദിശ ഈശ്വരന്റെ ദിശയായി കണക്കാക്കുന്നതുകൊണ്ട് തന്നെ ഈ അമാവാസി ദിവസം സന്ധ്യയ്ക്ക് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ദിശയിൽ പശു നെയ്യാൽ ഒരു ദീപം തെളിയിക്കുന്നതിലൂടെ 30 ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ്. ഇത്രയധികം പുണ്യം നിറഞ്ഞ ഈ അമാവാസി ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് അഭിഷേകം നടത്തിയാൽ കോടി മടങ്ങ് പുണ്യം ലഭിക്കുന്നതാണ്. പണം സംബന്ധമായ പ്രശ്നങ്ങളാൽ ദുഃഖദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഈ അമാവാസി ദിവസം ശിവന് കരിമ്പിൻ നീരാൽ അഭിഷേകം നടത്തിയാൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പശുവിൻ പാലാൽ അഭിഷേകം നടത്തിയാൽ നിങ്ങളുടെ വീട്ടിൽ കഷ്ടപ്പാടുകൾ ഇല്ലാതെ എപ്പോഴും സുഖസന്തോഷങ്ങൾ ലഭിക്കുന്നതാണ്. ഈ സോമവതി അമാവാസി ദിവസം എല്ലാവരും കല്ലുപ്പുകൊണ്ട് ദൃഷ്ടി ഒഴിയേണ്ടതാണ്. അമാവാസി ദിവസം ദൃഷ്ടി ഒഴിയുന്നതിലൂടെ നിങ്ങളുടെ മേലുള്ള ദുഷ്ടദൃഷ്ടികൾ സകലതും ഇല്ലാതാകുകയും ജാതക ദോഷങ്ങൾ നീങ്ങിക്കിട്ടുന്നതുമാണ്. ഇനി അമാവാസി ദിവസം നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് ഒരു കുമ്പളങ്ങ കെട്ടിയിടാവുന്നതാണ്. ഏത് വീടിൻ്റെ മുൻവശത്താണോ കുമ്പളങ്ങ ഉള്ളത് അവിടെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നതല്ല. അമാവാസി ദിവസം വീട്ടിൽ ഒരു കുമ്പളങ്ങ കൊണ്ടുവന്ന് അതിൽ ചന്ദനം പൂശി കുങ്കുമം പൊട്ടുവെച്ച് നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് കെട്ടി അതിൽ ധൂപം കാട്ടുക. ഇനി കുമ്പളങ്ങ കെട്ടാൻ സാധിക്കാത്തവർ കറ്റാർ വാഴ കെട്ടാവുന്നതാണ്. അതുപോലെ തന്നെ അമാവാസി അന്ന് എല്ലാവരും നിങ്ങളുടെ കാലിൽ കറുപ്പ് ചരട് കെട്ടുന്നതും നല്ലതാണ്. അമാവാസി ദിവസം കറുപ്പ് ചരട് കെട്ടിയാൽ നിങ്ങളുടെ മീതെ കൺദൃഷ്ടി ഏൽക്കുന്നതല്ല. കൂടാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തടസ്സങ്ങളും ഉണ്ടാകുന്നതുമല്ല. സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്നവർ അമാവാസി ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിൽ നാരങ്ങാമാല സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ രാഹുകാലത്തിൽ നാരങ്ങാദീപം കൊളുത്തിയാലോ നിങ്ങളുടെ വീട്ടിൽ പണം സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതല്ല. അരയാലിൽ വിഷ്ണുദേവൻ കുടിയിരിക്കുന്നതിനാൽ ഈ അമാവാസി ദിവസം വീടിൻ്റെ മുൻവശത്ത് ആലില കെട്ടിയിടുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലുള്ള ദുഷ്ടശക്തികൾ സകലതും നീങ്ങി 30 ദേവതകളും നിങ്ങളുടെ വീടിനുള്ളിൽ അടിയെടുത്തു വെക്കുന്നതാണ്. ഈ അമാവാസി ദിവസം ഉറുമ്പുകൾക്ക് പഞ്ചസാര ഭക്ഷണമായി നൽകിയാൽ നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങളുടെ വീടിനു മീതെ ഉണ്ടാകുന്നതാണ്. പൊതുവായി ഓരോ മനുഷ്യർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത്. ചിലർ പുറത്തു പറയും, എന്നാൽ മറ്റു ചിലർ അത് പുറത്തു പറയാറുമില്ല. കാരണം അവർക്ക് പുറത്തു പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാകും ഉണ്ടാകുക. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സകലതും വേപ്പുമര ചുവട്ടിൽ ചെയ്യുന്ന ഈ പരിഹാരത്തിലൂടെ ഇല്ലാതാകുന്നതാണ്. നിങ്ങളുടെ വീടിൻ്റെ അരികിലുള്ള വേപ്പു മരത്തിലോ അല്ലെങ്കിൽ കുറച്ചു ദൂരെ മാറിയുള്ള വേപ്പു മരത്തിലോ ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. അമാവാസി ദിവസം ഒരു പിടി വേപ്പില കുളിക്കുന്ന വെള്ളത്തിലിട്ട് കുളിച്ചാൽ നിങ്ങളിലുള്ള രോഗങ്ങൾ, പിതൃദോഷങ്ങൾ, ശനിദോഷങ്ങൾ എന്നിവ സകലതും നീങ്ങി തൊട്ടതെല്ലാം പൊന്നാകുന്നതാണ്. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. പേപ്പറിൽ
ചുവപ്പ് നിറത്തിലുള്ള പേനയോ അല്ലെങ്കിൽ നീല നിറത്തിലുള്ള പേന ഉപയോഗിച്ചോ നിങ്ങളുടെ മനസ്സിലുള്ള വലിയ പ്രശ്നം ഏതാണോ അത് എഴുതുക. ഉദാഹരണമായി, എൻ്റെ കടബാധ്യത പെട്ടെന്ന് തീരണം, അല്ലെങ്കിൽ എനിക്ക് വരാനുള്ള പണം പെട്ടെന്ന് വന്നു ചേരണം, അതുമല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കലഹങ്ങൾ കുറഞ്ഞ് സന്തോഷം നിറയണം. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ പ്രധാന ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം അത് എഴുതുക. ഇനി നിങ്ങളുടെ ഏതു പ്രശ്നമാണെങ്കിലും ശരി, ഒരേ ഒരു പ്രശ്നം മാത്രമാണ് പേപ്പറിൽ എഴുതേണ്ടത്. ഇങ്ങനെ എഴുതിയതിനു ശേഷം ആ പേപ്പറിൻ്റെ നടുക്കായി 1 സ്പൂൺ കറുത്ത കടുക് വെക്കുക. കടുക് നെഗറ്റീവ് ഊർജത്തെ ആവാഹിക്കുവാൻ സഹായിക്കുന്നതാണ്. പിന്നീട് 1 സ്പൂൺ കല്ലുപ്പ് ഇതിനോടൊപ്പം വെക്കുക. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായും ദൃഷ്ടിദോഷം നീക്കാനും കല്ലുപ്പ് ഉപയോഗിക്കുന്നു. ഇനി 1 നുള്ള് കുങ്കുമം വെക്കുക. ഇത് സൗഭാഗ്യത്തിൻ്റെയും ശക്തിയുടെയും അടയാളമാണ്. പിന്നീട് 4 ഉണക്കമുളകാണ് ഈ പേപ്പറിൽ വെക്കേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ ഇത് സഹായിക്കുന്നതാണ്. അതിനുശേഷം 2 അല്ലി വെളുത്തുള്ളിയാണ് ഇതിനോടൊപ്പം വെക്കേണ്ടത്. പേപ്പറിൽ ഇവയെല്ലാം വെച്ച് ഇതൊരു പൊതി പോലെയാക്കുക. ഈ പരിഹാരം അമാവാസി ദിവസം വൈകിട്ട് 4 മണിക്കും 6 മണിക്കും ഇടയിലാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് അമാവാസി ദിവസത്തിൻ്റെ ശക്തികൾ വളരെ കൂടുതലായിരിക്കും. ഈ വസ്തുക്കൾ പൊതിഞ്ഞ ഈ ഒരു പൊതിയെടുത്ത് വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എവിടെയാണോ വേപ്പുമരം ഉള്ളത് അവിടെ എത്തുക. ഒരു കാരണവശാലും വീട്ടിലുള്ള വേപ്പുമരത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ വേപ്പുമരത്തിലോ ഈ പരിഹാരം ചെയ്യരുത്. വേപ്പുമര ചുവട്ടിലെത്തി നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയത് അത് എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേപ്പുമരത്തിന് 11 വലം വെക്കുക. ഓരോ തവണ പ്രദക്ഷിണം വെക്കുമ്പോഴും നിങ്ങളുടെ ഏതു പ്രശ്നമാണോ തീരാനുള്ളത് അത് തീർന്നതായി നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. അതിനുശേഷം ഈ പൊതി വലത് കൈയിൽ പിടിച്ച് തലയ്ക്ക് ചുറ്റും വലത്ത് നിന്ന് ഇടത്തോട്ടും തിരിച്ച് ഇടത്തു നിന്നും വലത്തോട്ടും 3 തവണ വീതം ഒഴിഞ്ഞ് ഈ പൊതി മരച്ചുവട്ടിൽ ഉപേക്ഷിക്കുക. ഓരോ തവണ ഒഴിയുമ്പോഴും നിങ്ങളിലുള്ള ദാരിദ്ര്യവും ജാതകത്തിലുള്ള ദോഷങ്ങളും ഈ പൊതിയോടൊപ്പം വിട്ടുപോകണം എന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ള ആ പൊതി വേപ്പുമരത്തിൻ്റെ ചുവട്ടിൽ ഇടാവുന്നതാണ്. പൊതി മരച്ചുവട്ടിൽ വെച്ചതിന് ശേഷം യാതൊരു കാരണവശാലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ വേണം വീട്ടിലേക്ക് മടങ്ങുവാൻ. നമ്മുടെ കഷ്ടതകളും ദാരിദ്ര്യവും അവിടെ ഉപേക്ഷിച്ചു പോരുന്നതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. മരച്ചുവട്ടിൽ നിന്നും തിരികെ വീട്ടിലേക്കുള്ള വഴിമധ്യേ ആരെങ്കിലും വിളിച്ചാൽ പോലും അവരോട് സംസാരിക്കുവാൻ പാടില്ല. വീട്ടിലെത്തിയ ഉടൻ തന്നെ കൈകളും കാലുകളും കഴുകി വൃത്തിയാക്കണം. സാധിക്കുമെങ്കിൽ 1 തവണ കുളിക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. ഇനി ഈ പരിഹാര ചടങ്ങിനെക്കുറിച്ച് മുൻകൂട്ടി ആരോടും പറയരുത്. 10 പേരോട് പറഞ്ഞാൽ അതിൻ്റെ ശക്തി കുറയുന്നതാണ്. ചടങ്ങ് പൂർത്തിയാക്കി ഇതിൻ്റെ ഫലം ലഭിച്ച ശേഷം മാത്രം മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പങ്കുവെക്കാവുന്നതാണ്. ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നത് വഴി നിങ്ങളുടെ ദോഷങ്ങൾ നീങ്ങിക്കിട്ടുകയും ആഗ്രഹിച്ച ഫലം ലഭിക്കുന്നതുമാണ്. മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവായ അതിർവലകൾ മാറി നല്ല പോസിറ്റീവ് ഊർജം നിറയുന്നതാണ്. ഇതിനെല്ലാം ഉപരി നിങ്ങളുടെ ഏതു പ്രശ്നമാണോ ആ പേപ്പറിൽ എഴുതിയത് അതിന് വളരെ പെട്ടെന്ന് ഒരു തീരുമാനം ലഭിക്കുന്നതുമാണ്. കൂടാതെ കടങ്ങൾ അടച്ചു തീർക്കുന്നതിനുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടുന്നതാണ്. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ തൊഴിലിൽ ഉയർന്ന പദവി ലഭിക്കുന്നതാണ്. മാത്രമല്ല അമ്മ പരാശക്തി നിങ്ങളുടെ കൈപിടിച്ച് നടത്തുന്നത് പോലൊരു ഫീൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതുമാണ്. ഈ അമാവാസി വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. മാത്രമല്ല ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ ഇനി ചിലപ്പോൾ ലഭിക്കണമെന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. തീർച്ചയായും നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടായ സകലവിധ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം, പുതിയൊരു പ്രകാശം ഉദിക്കുന്നതാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറി ഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ദാരിദ്ര്യമുണ്ടെങ്കിലും എത്ര തീർക്കാൻ സാധിക്കാത്ത കടബാധ്യത ഉണ്ടെങ്കിലും ഈ അമാവാസി ദിവസം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ 100% ഫലം ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും
മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.